ഇറ്റലിയുടെ ഇഷ്ടഭക്ഷണമാണ് തേങ്ങാച്ചോറ്. നമ്മൾ പലതരത്തിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അതായത് കുക്കറിൽ തയ്യാറാക്കും, അല്ലാതെ വെറുതെ അടുപ്പത്ത് വെച്ച് ചെയ്യും. ഇത് നമ്മുടെ റൈസ് ബോയിലർ ചെയ്തതാണ്. ഇത് വളരെ എളുപ്പമാണ്, നമുക്കൊന്നും അറിയണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. 2 മണിക്കൂർ കഴിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റ് തേങ്ങാച്ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. യൂബീസ് ടേസ്റ്റ് ടേബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 3 കപ്പ് പാത്രം അരി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്ത്. ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി അരി നന്നായിട്ടൊരു 4-5 തവണ കഴുകിയെടുക്കണം. കഴുകിയെടുക്കാതെ എന്നിട്ട് നമുക്കിനി നമ്മുടെ റൈസ് ബോയിലർ എടുക്കാം, റൈസ് കുക്കർ എന്നൊക്കെ പറയൂലേ. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പാത്രം എടുത്തിട്ട് നമുക്ക് കഴുകി വെച്ച അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നനവുണ്ട് കേട്ടോ. ഞാൻ വെള്ളം അത് കഴുകി കഴിഞ്ഞ് നമ്മൾ വെള്ളം ഊറ്റി കഴിഞ്ഞാൽ അല്പം നനവുണ്ടാവില്ല. 1/2 കപ്പ് വെള്ളം അതിലുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. തേങ്ങാച്ചോറിന് ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അത് ചിലർ തേങ്ങ ഇട്ടുണ്ടാക്കും, പക്ഷേ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും നല്ല ടേസ്റ്റ്. ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ എത്രയുണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഇതൊരു 3 ഗ്ലാസ് കാണും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നതിന് 3 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. പിന്നെ നമുക്ക് 3 ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞല്ലോ അരി കഴിയുമ്പോൾ അതിനകത്തൊരു 1/2 കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ. കൃത്യമായിട്ട് അരി നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും, കുഴഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്രയും 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം പൊടികൾ ചേർത്ത് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയാണ്, 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല പൊടിയാണ്, അത് 1 സ്പൂണ്. ഇത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇത്രയും വിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. അതായത് ഇതിനകത്ത് അല്പം നമ്മൾ താളിച്ച് ചേർക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, കുറച്ച് ഉള്ളി, ഒരു 5-6 ചുള ചുവന്നുള്ളി എടുത്ത് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിന് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ച് അതിനകത്ത് നമുക്ക് ചേർക്കണം. അപ്പോൾ ഇതിന് 1 സ്പൂണ് 1-1.5 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്, നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് ഉള്ളി ഒന്ന് ചുമന്ന് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ കൂട്ടിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ കൂട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് തേങ്ങാച്ചോറ് വെച്ച് നോക്കണം. നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റുകളായി അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഒക്കെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ, ഇത് തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മൾ ഈ താളിച്ച് വെച്ചില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങാച്ചോറിനൊരു പ്രത്യേക രുചിയുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ തന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണം. തേങ്ങ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമാവുമായിരിക്കും, പക്ഷേ ഇതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കേട്ടോ. അത് ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൃത്യമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി ഒരു പണിയില്ല. നമ്മളിനി ഇത് തിളപ്പിക്കുന്നു, നമ്മുടെ റൈസ് ബോയിലറിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇതിനെപ്പോഴും ബീഫ് കറിയാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതിനകത്തേക്ക് തിളച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക. നമ്മളൊക്കെ എല്ലാം ഇത് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ചോറും ഇതിനകത്ത്, നെയ്ച്ചോറും ഒക്കെ നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കാം. അതുപോലെ വെജിറ്റബിൾ റൈസും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കറി ഉണ്ടാക്കാനോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറാം. 2 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഇപ്പോൾ 2 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചോറ് ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കാരണം അടിയിലേക്കൊക്കെ
അറിയാലോ, അരപ്പൊക്കെ നന്നായിട്ട് എല്ലാമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതാ ഒട്ടും വെന്ത് പോയിട്ടില്ല, നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടി ഇരുന്നാലും ഒരു കുഴപ്പമില്ല, നമ്മൾ എടുക്കുമ്പോൾ വേവൊന്നും കൂടിപ്പോവില്ല. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ആ ബീഫ് കറി ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് ഇനി ഇപ്പോൾ ഒരു അച്ചാറോ അല്ലെങ്കിൽ സലാഡോ ഒരു പപ്പടമോ ഒക്കെ മതി. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയായ ചോറാണിത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.